നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. IFFHS ഇന്നലെ ലോകത്തെ ഓരോ ക്ലബ്ബുകളുടെയും റാങ്കിങ് പുറത്തുവിട്ടിരുന്നല്ലോ. ഇപ്പോൾ അവർ ഓരോ കോണ്ടിനെന്റിലെയും ക്ലബ്ബുകളുടെ റാങ്കിങ് പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മളതൊന്ന് പരിശോധിക്കുകയാണ് ഏഷ്യയിലെ റാങ്കിങ് എങ്ങനെയാണെന്ന്. IFFHS ക്ലബ്ബ് കോണ്ടിനെന്റൽ റാങ്കിങ് 2023 AFC എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പുറത്തുവിടുന്നത്. കഴിഞ്ഞ വർഷത്തെ പ്രകടനം പരിഗണിച്ചുകൊണ്ടുള്ള റാങ്കിങ് ആണ്. അതിലൊന്നാമത് ഏഷ്യയിലെ നമ്പർ 1 ക്ലബ്ബ് അൽ ഹിലാലാണ്. സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഹിലാൽ വേൾഡ് റാങ്കിങ്ങിൽ 31 വന്ന ടീമാണ്. ഇപ്പോൾ കോണ്ടിനെന്റൽ റാങ്കിങ്ങിൽ ഏഷ്യയിൽ അവർ 1-ാം സ്ഥാനത്ത്. അവരുടെ പോയിന്റ് എന്ന് പറയുന്നത്, റാങ്കിങ് പോയിന്റ് എന്ന് പറയുന്നത് 184 ആണ്. രണ്ടാമത് വരുന്നത് FC പൊഹാങ് സ്റ്റീലേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ സൗത്ത് കൊറിയൻ ക്ലബ്ബാണ്. അവരുടെ പോയിന്റ്, റാങ്കിങ് പോയിന്റ് 141.5. അവരാണ് 2-ാം സ്ഥാനത്ത് വന്നത്. വേൾഡ് റാങ്കിങ്ങിൽ അവർ 80-ാമതായിരുന്നു. മൂന്നാമത് ജാപ്പാനീസ് ക്ലബ്ബായിട്ടുള്ള കവാസാക്കി ഫ്രണ്ടോലയും 4-ാമത് മറ്റൊരു ജാപ്പാനീസ് ക്ലബ്ബായിട്ടുള്ള ഉറാവ റെഡ് ഡയമണ്ട്സുമാണുള്ളത്. ഇനി നോക്കുക, 5-ാമതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ സൗദി അറേബ്യൻ ക്ലബ്ബ് അൽ നസർ ഉള്ളത്. അൽ നസറിന്റെ റാങ്കിങ് പോയിന്റ് വരുന്നത് 119.5 ആണ്. അപ്പോൾ അൽ നസർ 5-ാം സ്ഥാനത്ത്. 6-ാമത് വരുന്നത് ഉൾസാൻ ഹുണ്ടായി FC ആണ്. കൊറിയൻ ടീമാണ്. ദെൻ അൽ ഇത്തിഹാദ്, കരീം ബെൻസിമയൊക്കെ കളിച്ചിട്ടുള്ള അൽ ഇത്തിഹാദ് വരുന്നത് 7-ാം സ്ഥാനത്താണ്. 8-ാമത് ജോയംബക് ഹ്യുണ്ടായി മോട്ടോഴ്സ് FC ആണ്. അതും സൗത്ത് കൊറിയൻ ക്ലബ്ബാണ്. 9-ാം സ്ഥാനത്ത് ഇഞ്ചിയോൺ യുണൈറ്റഡ് FC ആണ്. അതും സൗത്ത് കൊറിയൻ ക്ലബ്ബാണ്. 10-ാം സ്ഥാനത്ത് യോക്കോഹമ മറൈനേഴ്സ് ആണ്. അത് ജപ്പാനീസ് ക്ലബ്ബാണ്. അപ്പം ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ സൗത്ത് കൊറിയയുടെ ഒരു ആധിപത്യം, പിന്നെ ജപ്പാനും സൗദി അറേബ്യൻ ക്ലബ്ബുകളും ഉണ്ട് എന്നർത്ഥം. ഇതാണ് ഇപ്പം ഏഷ്യയിലെ ആദ്യത്തെ 10 സ്ഥാനങ്ങളിലുള്ള ക്ലബ്ബുകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.